أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ അനുസ്മരിക്കുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് മുആസ് ബിൻ ജബൽ എന്നാകുന്നു. അദ്ദേഹത്തിന്റെ പേര് മുആസ് എന്നായിരുന്നു. പിതാവിന്റെ പേര് ജബൽ ബിൻ അമർ എന്നും മാതാവിന്റെ പേര് ഹിന്ദ് ബിൻ സഹൽ എന്നുമായിരുന്നു. അവർ മാതാവ് ജുഹൈന ഗോത്രത്തിന്റെ ശാഖയായ ബനു റബാഹിൽ നിന്നുള്ളവരായിരുന്നു. ഹസ്രത്ത് മുആസ് ബിൻ ജബലിന്റെ വെളിപ്പേര് അബ്ദുറഹ്മാൻ എന്നായിരുന്നു. അദ്ദേഹം ഖസറജ് ഗോത്രത്തിന്റെ ശാഖയായ അദീബിനു സഅദ്ബിനു അലിയിൽപ്പെട്ട ആളായിരുന്നു. സീറെ സഹാബ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എഴുതുന്നു, സഅദ് ബിൻ അലിക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു, സൽമയും അദിയും. സൽമയുടെ വംശാവലി ബനു സൽമയാകുന്നു. ഇസ്ലാമിന്റെ കാലത്ത് അദീബിന് സയദിന്റെ കുടുംബത്തിൽ 2 വ്യക്തികളാണ് ബാക്കിയുണ്ടായിരുന്നത്. ഒന്ന് മുആസും, രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാനും. ബനു അദിയന്റെ വീടുകൾ ബനു സൽമയുടെ അൽപക്കത്താണ് ഉണ്ടായിരുന്നത്. ഹസ്രത്ത് മുആസ് ബിൻ ജബൽ ഏറെ വെളുത്ത നിറവും ഭംഗിയുള്ള മുഖവും മനോഹരമായ പല്ലുകളും സുർമ തേച്ചതുപോലുള്ള കണ്ണുകളും ഉള്ള ആളായിരുന്നു. അദ്ദേഹം തന്നെ സമുദായത്തിലെ യുവാക്കളിൽ ഏറെ ഭംഗിയുള്ള യുവാവും ഏറെ ദാനശീലനുമായിരുന്നു. അബു നഈം പറയുന്നു, ഹസ്രത്ത് മുആസ് ബിൻ ജബൽ അൻസാറുകളിലെ യുവാക്കളിൽ സഹിഷ്ണുതയിലും ലജ്ജയിലും ദാനശീലത്തിലും ഉത്തമനായിരുന്നു. ഹസ്രത്ത് മുആസ് ബിൻ ജബൽ ബയ്യത്ത് അഖ്ബ സാനിയയിൽ ഭാഗവക്കായിരുന്നു 70 അൻസാരികളോടൊപ്പം. ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അദ്ദേഹത്തിന് 18 വയസ്സായിരുന്നു പ്രായം. ഹസ്രത്ത് മുആസ് ബിൻ ജബൽ ബദർ യുദ്ധം, ഉഹദ്, ഖന്ദക്ക് എന്നിവയിലും തുടർന്നുള്ള യുദ്ധങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പങ്കെടുത്തിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 20-21 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ അഖ്യാഫി സഹോദരൻ അഥവാ മാതാവൊത്ത സഹോദരൻ, അതായത് മാതാവ് ഒന്നും പിതാവ് വെവ്വേറെയുമായ സഹോദരങ്ങൾക്കാണ് അഖ്യാഫി സഹോദരങ്ങൾ എന്ന് പറയുന്നത്. ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ ജദ്ദും അദ്ദേഹത്തോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. സഹൽ ബനു സൽമയിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്ദുൽ ഖാബ എന്ന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മാതാവത്ത് സഹോദരന്റെ പേര് സഹൽ ബിൻ മുഹമ്മദ് ബിൻ ജദ്ദ് എന്നായിരുന്നു. അദ്ദേഹം ബനു സൽമയിൽപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ബനു സൽമ അദ്ദേഹത്തെയും തങ്ങളുടെ ഗോത്രത്തിൽ ഗണിക്കുന്നത്. മുഹാജിരിങ്ങൾ ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ മസൂദുമായി ഹസ്രത്ത് മുആസ് ബിൻ ജബലിനെ സാഹോദര്യത്തിലാക്കി. വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ ഉദ്ധരണിയാണ് വന്നിട്ടുള്ളത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഹസ്രത്ത് മുആസ് ബിൻ ജബൽ ബനു സൽമയിലെ യുവാക്കളോടൊപ്പം ചേർന്ന് ബനു സൽമ ഗോത്രത്തിന്റെ വിഗ്രഹങ്ങളെ ഉടച്ചു കളയുകയുണ്ടായി. എങ്ങനെയാണ് അവർ വിഗ്രഹങ്ങളെ തകർത്തതെന്ന് നേരത്തെ ഒരു സഹാബിയുടെ അനുസ്മരണത്തിൽ വിവരിച്ചതാണ്. ഇവിടെയും വിവരിക്കാം. ഹസ്രത്ത് അമർ ബിൻ ജമൂഹ് തന്റെ വീട്ടിൽ മരത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിന് മനാത്ത എന്ന പേര് നൽകിയിരുന്നു. അതിനെ ഏറെ ആദരിക്കുകയും ചെയ്തിരുന്നു. ബയ്യത്ത് അഖ്ബ സാനിയുടെ അവസരത്തിൽ ബനു സൽമ ഗോത്രത്തിലെ ചില യുവാക്കളും ബയ്യത്ത് ചെയ്തിരുന്നു. അതിൽ ഹസ്രത്ത് മുആസ് ബിൻ ജബലും ഉണ്ടായിരുന്നു. അമ്രിന്റെ മകൻ മുആസും ബയ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന വാക്യ സംഭവം നേരത്തെയും
മുആസ് ബിൻ അമറിന്റെ അനുസ്മരണത്തിൽ വിവരിച്ചിട്ടുള്ളതാണ്. പറയുന്നു, അവർ പിതാവ് അമ്രിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഒരു ഉപായം മെനഞ്ഞു. അതായത് അമർ തന്റെ വീട്ടിൽ വളരെ ഭംഗിയായി വെച്ചിട്ടുണ്ടായിരുന്ന വിഗ്രഹത്തെ രാത്രിയിൽ എടുത്തുകൊണ്ടുപോയി ചവറുകൾ ഇടുന്ന കുഴിയിലിട്ടു. അവിടെ എറിഞ്ഞു വന്നു. സഹായത്തിന് മറ്റു കുട്ടികളെയും കൂട്ടിയിരുന്നു. അതിൽ മുആസ് ബിൻ ജബലും ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഒരു ദിവസം അവർ അതിനെ എടുത്ത് ചവറുകൾക്കിടയിൽ വലിച്ചെറിഞ്ഞു. അമ്ര അതിനെ തിരഞ്ഞുപിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എന്റെ വിഗ്രഹത്തോട് ഇങ്ങനെ ചെയ്യുന്നവർ ആരാണെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ അവരെ ഗുണപാഠമാകുമെന്ന രീതിയിൽ ശിക്ഷിക്കുന്നതാണ്. അടുത്ത ദിവസം യുവാക്കൾ വിഗ്രഹത്തോട് അത് തന്നെ അനുവർത്തിച്ചു. അത് ചവറുകൾക്കിടയിൽ തലകിടയിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹം അതിനെ എടുത്തുകൊണ്ടുവന്നു. മൂന്നാമത്തെ ദിവസം വീണ്ടും അതിനെ വൃത്തിയാക്കി ഭംഗിയാക്കി സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ വാളും തൂക്കിയിട്ടു. വിഗ്രഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ദൈവമാണ് സത്യം, നിന്നോട് ആരാണ് ഇങ്ങനെ പെരുമാറുന്നത് എനിക്കറിയില്ല. എന്നാൽ ഇനിയിപ്പോൾ എന്റെ വാള് നിന്റെ അടുത്ത് വിട്ടുപോവുകയാണ്. സ്വയം നീ തന്നെ സംരക്ഷിച്ചു കൊള്ളുക. നിന്റെ കയ്യിൽ ഇപ്പോൾ വാളുണ്ട്. അടുത്ത ദിവസവും ആ വിഗ്രഹം തലസ്ഥാനത്തില്ലെന്ന് ഹദ്റത്ത് അമർ അറിഞ്ഞു. അതിനെ ആ പ്രദേശത്തുള്ള ഒരു കുഴിയിൽ ഒരു ചത്ത നായയോടൊപ്പം കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. അത് കണ്ട് അദ്ദേഹം ഏറെ പരിഭ്രമിക്കുകയും തികച്ചും അസ്വസ്ഥനായി ചിന്തിക്കാനും തുടങ്ങി. ഞാൻ ദൈവമാക്കി വെച്ചിട്ടുള്ള ഈ വിഗ്രഹത്തിന് അടുത്തു തന്നെ വാളുണ്ടായിട്ടും സ്വയം സംരക്ഷിക്കാൻ പോലും കഴിയില്ലേ? കഴിവോ ശക്തിയോ ഇല്ല. എന്നിരിക്കെ ഇത് എന്നെ എങ്ങനെ സംരക്ഷിക്കാനാണ്? മാത്രമല്ല അതിന്റെ കഴുത്തിൽ ചത്ത ഒരു നായയെ ബന്ധിച്ചിരിക്കുന്നു. ഇതെങ്ങനെ ദൈവമാകാനാണ്? ചുരുക്കത്തിൽ ഈ വിഗ്രഹം അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് തിരിക്കാനും ഇസ്ലാം സ്വീകരിക്കാനും നിമിത്തമായി മാറി. ഹദ്റത്ത് മുആസ് ബിൻ ജബലിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന സ്നേഹവും കൂറും ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അതായത് ഉഹദ് യുദ്ധത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരിച്ചു വന്നപ്പോൾ ഈ എല്ലാ ഇടവഴികളിൽ നിന്നും കരഞ്ഞു വിലപിക്കുന്ന ശബ്ദം വരുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താണ്? അദ്ദേഹം പറഞ്ഞു, അനുസാറുകളുടെ സ്ത്രീകൾ തങ്ങളുടെ ശുഹാദാക്കളെ ഓർത്ത് കരയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹംസയ്ക്ക് വേണ്ടി കരയാൻ ആരുമില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഹംസയുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തു. ഹദ്റത്ത് സഅദ് ബിൻ മുആസ്, ഹദ്റത്ത് സഅദ് ബിൻ ഉബാദ, ഹദ്റത്ത് മുആസ് ബിൻ ജബൽ, ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ റവാഹ എന്നിവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടപ്പോൾ തങ്ങളുടെ പ്രദേശങ്ങളിൽ പോയി മദീനയിലെ കണ്ണൂക്ക് ചെയ്യുന്ന സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞു, ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവിന് വേണ്ടി കണ്ണൂക്ക് നടത്താതെ ആരും തന്നെ അൻസാർ ശൂതാക്കൾക്ക് വേണ്ടി കരയുന്നതല്ല. കാരണം ഹംസയ്ക്ക് വേണ്ടി കരയാൻ മദീനയിൽ ആരുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹവും അനുരക്തിയുമാണിത്. ഹദ്റത്ത് ഹംസയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിഷമമുണ്ടായി. വാവിട്ട് കണ്ണൂക്ക് നടത്തുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരത്തേക്കുള്ള അനുമതി നൽകുകയുണ്ടായി. അഥവാ ജനങ്ങളുടെ വൈകാരിക പ്രകടനം കണ്ടപ്പോൾ ഹംസയ്ക്ക് വേണ്ടിയും ഇങ്ങനെ വികാര പ്രകടനം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. ഏതായിരുന്നാലും ഇസ്ലാമിൽ പൊതുവിൽ ഇത് നിഷിദ്ധമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിലക്കിയിട്ടുണ്ട്. മക്ക വിജയത്തിന് ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലേക്ക് പോയി. ഹുനൈൻ മക്കയുടെ വടക്ക് കിഴക്ക് തായിഫിനടുത്തുള്ള താഴ്വരയാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുആസ് ബിൻ ജബലിനെ മക്കയിൽ ജനങ്ങൾക്ക് ദീനും ഖുർആനും പഠിപ്പിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഹദ്റത്ത് മുആസ് ബിൻ ജബൽ തബൂക്ക് യുദ്ധത്തിൽ നല്ല രീതിയിൽ ഭാഗവാക്കായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് കഅബ് ബിൻ മാലിക്കിനെ സംബന്ധിച്ച് അദ്ദേഹം ആ സമയത്ത് മദീനയിൽ തന്നെ നിന്നിരുന്നു. ചോദിച്ചപ്പോൾ ഹദ്റത്ത് കഅബ് ബിൻ മാലിക്കിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ബനു സൽമയിലെ ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മോശമായി പറയുകയുണ്ടായി. ആ സമയത്ത് ഹദ്റത്ത് മുആസ് ബിൻ ജബൽ ആ വ്യക്തിയെ ശകാരിച്ചു.
എന്നിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ അദ്ദേഹത്തിൽ നന്മ മാത്രമേ കണ്ടുള്ളൂ, തിന്മയൊന്നും കണ്ടിട്ടില്ല. ഇതാണ് ഉന്നത ധാർമ്മികത. ആരുടെയും സ്വഭാവത്തിൽ അവരെ പറ്റി മോശമായി പറയരുത്. ഖത്താദ പറയുന്നു, ഞാൻ ഹദ്രത്ത് അനസ് ഇങ്ങനെ പറയുന്നതായി കേട്ടു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് 4 പേരാണ് ഖുർആൻ ക്രോഡീകരിച്ചത്. അവരെല്ലാവരും അൻസാറുകളിൽ നിന്നുള്ളവരായിരുന്നു. ഹദ്രത്ത് മുആസ് ബിൻ ജബൽ, ഹദ്രത്ത് ഉബയ്യ് ബിൻ കഅബ്, ഹദ്രത്ത് സയ്യിദ് ബിൻ സാബിത്, ഹദ്രത്ത് അബൂ സയ്യിദ്, ഹദ്രത്ത് അബൂ സയ്യിദ് ഹദ്രത്ത് അനസിന്റെ പിതൃവിനായിരുന്നു. ഹദ്രത്ത് അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് നിവേദനം, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടു, 4 പേരിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കുക. അതായത് ഇബ്നു മസൂദ്, അബൂ ഹുസൈഫയുടെ അടിമയായിരുന്ന സാലിം, ഉബയ്യ് ബിൻ കഅബ്, മുആസ് ബിൻ ജബൽ എന്നിവരിൽ നിന്ന്. ഇത് ബുഖാരിയിലുള്ള നിവേദനമാണ്, നേരത്തെയും വായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഖലീഫത്തുൽ മസീഹ് സാനി വിവരിക്കുന്നു. ഈ സംബന്ധിച്ച് കുറച്ച് വിശദീകരണം ഹദ്രത്ത് കഅബിന്റെ വിവരണത്തിൽ വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ അധ്യാപകരുടെ ഒരു സംഘത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അവർ മുഴുവൻ ഖുർആനും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദ്യസ്ഥമാക്കി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലിവർ 4 പേർ അഗ്രഗണ്യരായ അധ്യാപകരായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പഠിച്ച് ജനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു ഇവരുടെ ജോലി. തുടർന്ന് ഇവർക്ക് കീഴിൽ നിരവധി സഹാബാക്കൾ ജനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ അഗ്രഗണ്യരായ 4 അധ്യാപകരുടെ പേര് ഇപ്രകാരമാണ്: അബ്ദുല്ലാഹ് ബിൻ മസൂദ്, സാലിം മൗല അബൂ ഹുസൈഫ, മുആസ് ബിൻ ജബൽ, ഉബയ്യ് ബിൻ കഅബ്. ഇവർ 2 പേർ മുഹാജിരീങ്ങളും 2 പേർ അൻസാരികളുമായിരുന്നു. ജോലി സംബന്ധമായി അബ്ദുല്ലാഹ് ബിൻ മസൂദ് തൊഴിലാളിയായിരുന്നു. സാലിം സ്വതന്ത്രനാക്കപ്പെട്ട അടിമയും. മുആസ് ബിൻ ജബലും ഉബയ്യ് ബിൻ കഅബും മദീനയിലെ തലവന്മാരിൽ ഉൾപ്പെടുന്നു. അതായത് എല്ലാ വിഭാഗത്തിൽ നിന്നും സകല വിഭാഗക്കാരെയും പരിഗണിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമാരെ അഥവാ ഓത്തന്മാരെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഹദീസിൽ ഇങ്ങനെ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുസുൽ ഖുർആന മിൻ അർബഅത്തിൻ മിൻ അബ്ദുല്ലാഹ് ബിൻ മസൂദ് വ സാലിമിൻ വ മുആസ് ബിൻ ജബൽ വ ഉബയ്യ് ബിൻ കഅബ്. അതായത് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവർ 4 പേരിൽ നിന്ന് ഖുർആൻ പഠിക്കട്ടെ. അതായത് അബ്ദുല്ലാഹ് ബിൻ മസൂദ്, സാലിം, മുആസ് ബിൻ ജബൽ, ഉബയ്യ് ബിൻ കഅബ് എന്നിവരിൽ നിന്ന്. ഇവർ 4 പേരും മുഴുവൻ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഓതിക്കൊടുത്ത് ഓത്ത് ശരിയാക്കുകയും ചെയ്തവരാണ്. ഇവരെ കൂടാതെ മറ്റു പല സഹാബാക്കളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലുമൊക്കെ ഖുർആൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിവേദനങ്ങളിൽ പറയുന്നു, ഹദ്രത്ത് അബ്ദുല്ലാഹ് ബിൻ മസൂദ് ഒരു വാക്ക് ഒരു രീതിയിലാണ് ഓതിയത്. അപ്പോൾ ഹദ്രത്ത് ഉമർ അദ്ദേഹത്തെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെയല്ല, ഇന്ന രീതിയിൽ ഓതേണ്ടതാണ്. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസൂദ് പറഞ്ഞു, അല്ല, എനിക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഹദ്രത്ത് ഉമർ അദ്ദേഹത്തെയും കൂട്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലേക്ക് പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇദ്ദേഹം വിശുദ്ധ ഖുർആൻ തെറ്റായ രീതിയിലാണ് പാരായണം ചെയ്യുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹ് ബിൻ മസൂദ് ഓതിക്കേൽപ്പിക്കൂ. അങ്ങനെ അദ്ദേഹം ഓതിക്കേൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ശരിയാണല്ലോ. ഹദ്രത്ത് ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് എനിക്ക് ഈ പദം മറ്റു രീതിയിലാണല്ലോ പഠിപ്പിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതും ശരിയാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവർ 4 സഹാബാക്കൾ മാത്രമല്ല, മറ്റ് സഹാബാക്കളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. അങ്ങ് എന്നെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് ഉമർ പറയുന്നതിൽ നിന്ന് ഹദ്രത്ത് ഉമറും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഹദ്രത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, എന്റെ ഉമ്മത്തിനോട് ഏറ്റവും അധികം കാരുണ്യം ചെയ്തിട്ടുള്ളത് ഹദ്രത്ത് അബൂബക്കർ ആകുന്നു. അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും അധികം ഉറച്ചു നിൽക്കുന്ന ആൾ ഹദ്രത്ത് ഉമർ ആകുന്നു.
ഏറ്റവും അധികം ലജ്ജയുള്ള ആൾ ഹദ്റത്ത് ഉസ്മാൻ ആകുന്നു. ഏറ്റവും നല്ല രീതിയിൽ തീർപ്പ് കൽപ്പിക്കുന്ന ആൾ അലി ബിൻ അബി താലിബ് ആകുന്നു. ഏറ്റവും അധികം അള്ളാഹുവിന്റെ ഗ്രന്ഥം അറിയുന്ന ആൾ ഉബൈ ഇബ്നു കഅബ് ആകുന്നു. ഏറ്റവും അധികം ഹലാലും ഹറാമും അറിയുന്ന ആൾ മുആദ് ബിൻ ജബൽ ആകുന്നു. ഫർദ് നിർബന്ധ കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്ന ആൾ സെയ്ദ് ബിൻ സാബിത്ത് ആകുന്നു. അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അറിയുക, എല്ലാ ഉമ്മത്തിനും ഒരു അമീനുണ്ട്. എന്റെ ഉമ്മത്തിൽ അമീൻ അബൂ ഉബൈദ ബിൻ ജറാഹ് ആകുന്നു. ഈ നിവേദനം നേരത്തെയും ഏറെക്കുറെ ഇങ്ങനെ തന്നെ വിവരിച്ചതാണ്. ഹദ്റത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂബക്കർ എത്ര നല്ല ആളാകുന്നു, ഉമർ എത്ര നല്ല ആളാകുന്നു, അബൂ ഉബൈദ ബിൻ ജറാഹ് എത്ര നല്ല ആളാകുന്നു, ഉസൈദ് ബിൻ ഹുസൈഫ് എത്ര നല്ല ആളാകുന്നു, സാബിത്ത് ബിൻ ഖൈസ് എത്ര നല്ല ആളാകുന്നു, ഷമാസ് മുആദ് ബിൻ ജബൽ എത്ര നല്ല ആളാകുന്നു, മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് എത്ര നല്ല ആളാകുന്നു. ഇത് മുസ്നദ് അഹ്മദ് ബിൻ ഹംബലിലുള്ള നിവേദനമാകുന്നു. ഹദരത്ത് മുആദ് ബിൻ ജബൽ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുആദ്, ഞാൻ തീർച്ചയായും നിങ്ങളെ സ്നേഹിക്കുന്നു. ഹദരത്ത് മുആദ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമായിരിക്കട്ടെ, ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു. മുആദ്, ഞാൻ നിന്നോട് ഉപദേശിക്കുകയാണ്, എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരിക്കലും ഉപേക്ഷ വരുത്താതെ ഈ സിക്ർ ചെയ്യുക. അല്ലാഹുമ്മ അഅ്നി അലാ സിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക. ഇതൊരിക്കലും ഒഴിവാക്കരുത്. അതായത്, അള്ളാഹുവെ, നിന്റെ സ്മരിക്കാനും കഴിയുന്നതിനും നിനക്ക് നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനും നിന്റെ ആരാധനയുടെ മനോഹാരത നിലനിർത്താൻ കഴിയുന്നതിനും നീ എന്നെ സഹായിക്കണമേ. ഹദ്റത്ത് മുആദ് ബിൻ ജബൽ നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വർഗ കവാടങ്ങളുടെ ഒരു കവാടം സംബന്ധിച്ച് പറഞ്ഞു തരട്ടെയോ? ഹദ്റത്ത് മുആദ് പറഞ്ഞു, അതെ, പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലുക. ഹദ്റത്ത് മുആദ് നിവേദനം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി തന്നെ വെറുക്കുകയും ചെയ്യുക. നിങ്ങൾ നാവുകളെ ദൈവസ്മരണയിൽ നിലനിർത്തുക. ഹദ്റത്ത് മുആദ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പിന്നെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി അനിഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടിയും അനിഷ്ടമാർഗമായി കരുതുക. ഹദ്റത്ത് ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നമസ്കരിക്കുകയും പിന്നെ ജനങ്ങളുടെ അടുക്കൽ വന്ന് അവർക്ക് നമസ്കരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആദ്യം മസ്ജിദ് നബവിയിൽ വന്ന് നമസ്കരിക്കുകയും പിന്നെ പോയി തന്റെ പ്രദേശത്തുള്ളവർക്ക് നമസ്കരിപ്പിക്കുകയും ഇമാമത്ത് വഹിക്കുകയും ചെയ്തിരുന്നു. ഇത് ബുഖാരിയിലുള്ള നിവേദനമാണ്. ഹദ്റത്ത് ജാബിർ നിവേദനം ചെയ്യുന്നു, അദ്ദേഹം പറയുന്നു, ഹദ്റത്ത് മുആദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നമസ്കരിക്കുകയും പിന്നെ വന്ന് ജനങ്ങൾക്ക് നമസ്കരിപ്പിക്കുകയും ഇമാമത്ത് വഹിക്കുകയും ചെയ്തിരുന്നു. ഒരു രാത്രി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇശാ നമസ്കാരം അനുഷ്ഠിച്ചു. പിന്നെ തന്റെ ആളുകളുടെ അടുത്തെത്തി അവർക്ക് ഇമാമത്ത് വഹിച്ചു. അതിൽ അദ്ദേഹം സൂറ ബഖറ ഓതാൻ തുടങ്ങി. അപ്പോൾ ഒരാൾ അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറി സലാം വീട്ടുകയും ഒറ്റയ്ക്ക് നമസ്കരിക്കുകയും ചെയ്തു. അതായത് നീണ്ട സൂറത്ത് ഓതുകയാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മാറി സലാം വീട്ടി ഒറ്റയ്ക്ക് നമസ്കരിച്ചു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അല്ലയോ മനുഷ്യ, നീ മുനാഫിക്കായിരിക്കുകയാണോ? അയാളെ മോശമായി പറയുകയും നീ മുനാഫിക്കായിരിക്കുന്നു
നീ ജമാഅത്തെ നമസ്കാരം ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹുവാണ്, ഞാൻ ഒരിക്കലും മുനാഫിക്കായിട്ടില്ല. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിലെത്തി. ഞാൻ ചെയ്തതെല്ലാം തീർച്ചയായും പറയുന്നതാണ്. കാപട്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കേണ്ടതാണല്ലോ. ഞാൻ തന്നെ ഈ കാര്യം റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അങ്ങനെ അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഒട്ടകങ്ങൾ വളർത്തുന്നവരാണ്. അതായത് ഒട്ടകത്ത് പുറത്ത് വെള്ളവുമായി മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. പകൽ മുഴുവൻ ഞങ്ങൾ അധ്വാനിക്കുന്നു. ഹദരത്ത് മുആദ് അങ്ങയോടൊപ്പം ഇശ നമസ്കരിക്കുകയും പിന്നെ വന്ന് നമസ്കരിപ്പിക്കുമ്പോൾ സൂറ ബക്കറ ഓതാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതായത് അങ്ങയോടൊപ്പം നമസ്കരിച്ച് വന്നിട്ട് ഞങ്ങളുടെ പ്രദേശത്ത് നമസ്കരിപ്പിക്കുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, മുആദ്, നിങ്ങൾ ജനങ്ങളെ പരീക്ഷണത്തിലകപ്പെടുത്തുകയാണോ? ജനങ്ങളെ എന്തിനാണ് പ്രയാസത്തിലകപ്പെടുത്തുന്നത്? ഇന്ന പാദം ഓതുക, അതായത് എന്താണ് ഓതേണ്ടതെന്നാണ് പറഞ്ഞു കൊടുത്തു. സൂറത്തുകളിൽ ഇന്നത് ഓതുകയെന്ന് 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയുണ്ടായി. അതത്ത് ജാബിർ നിവേദനം ചെയ്യുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശംസി വദുഹ വല്ലൈലി ഇദാ യഗ്ഷ സബ്ബിസ്മ റബ്ബിക്കൽ അഅല എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം എന്നോണം ഈ 4 പറഞ്ഞതാണ്. ഇത് സഹീഹ് മുസ്ലിമിലുള്ള നിവേദനമാണ്. ബുഖാരിയിലുള്ള നിവേദന പ്രകാരമാകുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാ അൻസാരി പറയുന്നു, മുന്നിലൂടെ ഒരാൾ വെള്ളം കൊണ്ടുപോകുന്നു. അത് 2 ഒട്ടകങ്ങളുമായി വരുന്നുണ്ടായിരുന്നു. രാത്രി സമയമായിരുന്നു. യാദൃച്ഛികമായി അയാൾ ഹദരത്ത് മുആദ് നമസ്കരിപ്പിക്കുന്നത് കാണാനിടയായി. മസ്ജിദിൽ നമസ്കാരം നടക്കുകയായിരുന്നു. അത് ഇമാമത്ത് വഹിക്കുകയാണ്. ആഗതൻ തന്റെ ഒട്ടകത്ത് നിർത്തി ഹദരത്ത് മുആദിന്റെ അടുത്തേക്ക് പോയി. ഹദരത്ത് മുആദ് വിശുദ്ധ ഖുർആനിലെ സൂറ ബക്കറ അല്ലെങ്കിൽ സൂറ നിസ ഓതുകയാണ്. അപ്പോൾ അയാൾ ആഗതൻ നമസ്കാര വഴിക്ക് പോയി. ഇത് കേട്ടപ്പോൾ ഹദരത്ത് മുആദ് അയാളുടെ കാര്യത്തിൽ നീരസം പ്രകടിപ്പിച്ചു. അപ്പോൾ ഒട്ടേക്കാരന്റെ വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിലെത്തി ഹദരത്ത് മുആദിനെ സംബന്ധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഇങ്ങനെ പറഞ്ഞു, മുആദ്, നിങ്ങൾ പരീക്ഷണത്തിൽ അളപ്പെടുത്തുന്ന ആളാണല്ലോ. എന്തിനാണ് ജനങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്തുന്നത്? ഇത്ര വലിയ സൂറത്തുകൾ ഭൗതി ജനങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് സബ്ബിസ്മ റബ്ബിക്കൽ അഅല വശംസി വദുഹാ വല്ലൈലി ഇദാ യഗ്ഷ എന്നിവ ഓതുന്നില്ല? നിങ്ങളുടെ പിന്നിൽ വൃദ്ധരും ദുർബലരും ആവശ്യക്കാരും ഒക്കെ നമസ്കരിക്കുന്നുണ്ടാകും. ഞാൻ പറഞ്ഞതുപോലെ ബുഖാരിലുള്ള നിവേദനമാകുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ ചെറിയ സൂറത്തുകൾ ഓതണമെന്ന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദരത്ത് മുആദ് ബിൻ ജബലിനുള്ള ഉപദേശത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ ആലയും സൂറ ഗാഷിയയും സൂറ ഫജ്റും ഇത്തരത്തിലുള്ള ചില സൂറത്തുകൾ പൊതുവിൽ ഫർദ് നമസ്കാരങ്ങൾ ഓതുന്നതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. നസായി ഹദീസ് ഗ്രന്ഥത്തിൽ ജാബിറിൽ നിന്നുള്ള നിവേദനം ഇങ്ങനെ കാണാം. ഹദരത്ത് മുആദ് ബിൻ ജബൽ ഒരിക്കൽ നമസ്കരിപ്പിക്കുകയായിരുന്നു. ഒരാൾ അദ്ദേഹത്തോടൊപ്പം പിന്നിൽ വന്ന നമസ്കാരത്തിൽ കൂടി ഹദരത്ത് മുആദ് നീണ്ട നമസ്കാരം ആരംഭിച്ചു. ചില നിവേദനങ്ങൾ പ്രകാരം അദ്ദേഹം സൂറ ആൽ ഇമ്രാൻ അല്ലെങ്കിൽ സൂറ നിസാ തിലാവത്ത് ചെയ്യാൻ തുടങ്ങി. നമസ്കാരം നീണ്ടപ്പോൾ അയാൾ ആഗതൻ തന്റെ നമസ്കാരം അവസാനിപ്പിച്ച് ഒരു മൂലയിലേക്ക് മാറി ഒറ്റയ്ക്ക് നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞു പോവുകയും ചെയ്തു. നമസ്കാരത്തിന് ശേഷം ആരൊരാൾ ഈ സംഭവത്തെ പറ്റി ഹദരത്ത് മുആദിനോട് പറഞ്ഞു. അതായത് താങ്കൾ നമസ്കരിപ്പിക്കുമ്പോൾ ഒരാൾ വരികയും താങ്കളോടൊപ്പം നമസ്കാരം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ താങ്കൾ നമസ്കാരം നീട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അയാൾ നമസ്കാരം ഒഴിവാക്കി ഒറ്റയ്ക്ക് ഒരു മൂലയിൽ മാറി നമസ്കരിച്ചു പോവുകയുണ്ടായി. ഹദരത്ത് മുആദ് പറഞ്ഞു, അയാൾ മുനാഫിക്കാകുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹം ഈ സംഭവത്തെ പറ്റി പറഞ്ഞു. ഇവിടെ അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഹദരത്ത് മുആദ് സ്വയം ഇതേപ്പറ്റി വിവരിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ നമസ്കരിപ്പിക്കുകയായിരുന്നു. പിന്നിൽ ഇന്ന വ്യക്തി കൂടുകയുണ്ടായി. പക്ഷേ നമസ്കാരം നീണ്ടപ്പോൾ അയാൾ തന്നെ നമസ്കാരം നിർത്തി ഒറ്റയ്ക്ക് നമസ്കരിച്ചു പോയി. തന്നെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പരാതി എത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിൽ എത്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വന്നപ്പോൾ ഇദ്ദേഹം നമസ്കരിപ്പിക്കുകയായിരുന്നു. ഞാനും അദ്ദേഹത്തോടൊപ്പം നമസ്കാരത്തിൽ കൂടി. പക്ഷെ അദ്ദേഹം നമസ്കാരം നീട്ടാൻ തുടങ്ങി.
ഞങ്ങൾ ജോലിക്കാരാണ്. എന്റെ ഒട്ടകം തീറ്റയിട്ടാതെ നിൽക്കുകയാണ്. ഞാൻ നമസ്കാരം മുറിച്ച് മസ്ജിദിന്റെ ഒരു കോണയിൽ മാറി, ഒരു മൂലയിൽ മാറി നമസ്കാരം മുഴുവനാക്കി. പിന്നെ ഒട്ടകത്തിന് തീറ്റ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഹദ്റത്ത് മുആസിനോട് ദേഷ്യപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, മുആസ്, നിങ്ങൾ ജനങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്തുകയാണോ? നിങ്ങൾക്ക് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല വശംസ വളുഹാഹ വൽ ഫജ്ർ വല്ലൈലി ഇദാ യഗ്ഷാ എന്നീ സൂറത്തുകൾ ഓതുന്നതുകൊണ്ട് എന്ത് പ്രയാസമാണുള്ളത്? നീണ്ട സൂറത്തുകൾ എന്തിനാണ് ഓതുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകൾ ഇത്തരം ഇടത്തരം സൂറത്തുകളായിട്ടാണ് ഗണിച്ചിരുന്നത് എന്നാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നീണ്ട സൂറത്തുകളോ അസുഖമോ മറ്റോ ഉണ്ടെങ്കിൽ ചെറിയ സൂറത്തുകളോ ഓതാവുന്നതാണ്. പക്ഷേ ഇടത്തരം സൂറത്തുകൾ ഇവ തന്നെയാണ്. ഇവയാണ് പൊതുവിൽ ഉറക്കച്ചുള്ള നമസ്കാരങ്ങൾ പാരായണം ചെയ്യേണ്ടത്. പക്ഷെ ഏതായിരുന്നാലും ഈ സൂറത്തുകൾ മാത്രമല്ല ഓതാവൂ എന്നില്ല. ഇത് ഒരു അടിസ്ഥാനപരമായ തത്വമാകുന്നു. ചില സൂറത്തുകൾ നമസ്കാരങ്ങൾ, നീണ്ട സൂറത്തുകൾ നമസ്കാരങ്ങൾ ഓതരുത്. ചില ആളുകൾക്ക് തങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ച് ഏത് ചെറിയ സൂറത്താണ് ഹൃദ്യസ്ഥമായിട്ടുള്ളത് അവ ഓതാവുന്നതാണ്. ഇമാമത്തിന് മറ്റാരെയും കിട്ടുന്നില്ലെങ്കിൽ അവ ഓതേണ്ടി വരുന്നതാണ്. അവ ഓതാവുന്നതാണ്. നീണ്ട സൂറത്തുകൾ ജമാഅത്തായ നമസ്കാരങ്ങളിൽ ഓതാൻ പാടില്ല എന്നതാണ് പൊതുവായ തത്വം. കാരണം വിവിധ തരത്തിലുള്ള ആളുകൾ നമസ്കരിക്കാനുണ്ടാകും. വൃദ്ധന്മാരും രോഗികളും ജോലിക്കാരും ഉണ്ടാകാറുണ്ട്. ഹദരത്ത് മുആദ് ബിൻ ജബൽ പറയുന്നു, ഞാൻ സവാരിയിൽ ഇരിക്കുകയായിരുന്നു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനിടയിൽ ഒട്ടകത്തിന്റെ മേലിരിക്കാൻ വിരിക്കുന്ന ഇരിപ്പിടത്തിന് പിൻഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ബിൻ ജബൽ. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എവിടെയുണ്ട്? ഇതിന് സൗഭാഗ്യമാകുന്നു. കുറച്ച് മുമ്പോട്ട് പോയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ബിൻ ജബൽ. ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, എന്റെ സൗഭാഗ്യമാകുന്നു ഇത്. വീണ്ടും കുറെ കൂടി മുമ്പോട്ട് പോയ ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ബിൻ ജബൽ. ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഇത് എന്റെ സൗഭാഗ്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് തന്റെ ദാസന്മാർക്ക് ഇവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമെന്ന്. ഞാൻ പറഞ്ഞു, അള്ളാഹു റസൂലുമാണ് നന്നായി അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് തന്റെ ദാസന്മാരുള്ള അവകാശം എന്തെന്നാൽ അവർ അവരുടെ ആരാധിക്കുകയും ചെയ്യുക എന്നതാണ്. അതായത് ദാസന്മാർ അള്ളാഹുവിനെ ആരാധിക്കണം, ആരെയും അവരോട് പങ്കുചേർക്കരുത്. പിന്നെ കുറച്ചു നേരം മുന്നോട്ട് പോയി റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ബിൻ ജബൽ. ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, എന്റെ സൗഭാഗ്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാസന്മാർക്ക് അള്ളാഹുവിനോടുള്ള കടമകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അതായത് ആദ്യം ദാസന്മാർ അള്ളാഹുവിനോട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി അറിയാമോ ഇനി അടിയാറുകളുടെ കടമകൾ എന്തെല്ലാമാണ്? അത് ചെയ്താൽ, കാര്യങ്ങൾ അംഗീകരിച്ചാൽ അള്ളാഹു എങ്ങനെയാണ് ദാസന്മാരോട് പെരുമാറുക? ഞാൻ പറഞ്ഞു, അള്ളാഹുവും റസൂലുമാണ് നന്നായി അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അവരെ ശിക്ഷിക്കുന്നതല്ല. അതായത് അള്ളാഹു പറയുമ്പോൾ നമസ്കരിച്ചാൽ, അനുസരിച്ചാൽ പിന്നെ അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നത് ആ ദാസന്മാരുടെ അവകാശമാകുന്നു. ഇത് സഹീഹ് മുസ്ലിമിലുള്ള നിവേദനമാകുന്നു. ഹദ്റത്ത് മുആദ് ബിൻ ജബൽ പറയുന്നു, ഞാനൊരു യാത്രയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അടുത്തായിരുന്നു. ഞാൻ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്ക് എന്നെ തീയിൽ നിന്ന് അകറ്റുകയും ചെയ്യാൻ ഉതകുന്ന കർമ്മം ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു വലിയ കാര്യമാണല്ലോ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ അള്ളാഹു എളുപ്പമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് എളുപ്പമാണ്. തുടർന്ന് പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കുക, ആരെയും അവന് പങ്കുകാരൻ ആക്കരുത്, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, റംസാനിലെ നോമ്പ് അനുഷ്ഠിക്കുക, ബൈത്തുല്ലാഹിലെ ഹജ്ജ് നിർവഹിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നന്മയുടെ കവാടങ്ങളെ പറ്റി പറയേണ്ടതല്ലേ? ഇത്രയും പറഞ്ഞതിന് ശേഷം റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നന്മയുടെ കവാടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തരാം. നോമ്പ് പരിചയമാകുന്നു. വെള്ളം തീയിനെ അണയ്ക്കുന്നത് പോലെ സദക്ക തീയുകളെ ഭസ്മീകരിക്കുന്നു. രാത്രിയുടെ മധ്യത്തിൽ നമസ്കരിക്കുക, അതായത് തഹജ്ജുദ് നമസ്കരിക്കുക. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു.
തതജാഫാ ജുനൂബുഹും അനിൽ മസാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്നിൻ ജസാം ബിമാ കാനൂ യഅമലൂൻ. അതായത് അവർ ഭയവും പ്രതീക്ഷവുമായി തങ്ങളുടെ നാഥനെ വിളിച്ചു പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രാവശ്യങ്ങൾ വിരികൾ നകന്നു മാറുന്നതാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മസാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരും ആകുന്നു. അതിന്റെ കർമ്മഫലം എന്ന നിലയ്ക്ക് ഒരാത്മാവും അതിന്റെ കൺകുളിർമയ്ക്ക് വേണ്ടി എന്താണ് ഗുപ്തമാക്കി വെച്ചിട്ടുള്ളതെന്ന് അറിയുന്നില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിനക്ക് ഇവരെ ഉന്നത ശിഖരം എന്റെ നെടുന്തൂൺ അതിന്റെ മേൽത്തട്ട് എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ? തുടർന്ന് പറഞ്ഞു, അത് ജിഹാദ് ആകുന്നു. പിന്നെ പറഞ്ഞു, ഇനി ഞാൻ ഇവയുടെ അടിസ്ഥാനം, അതായത് അത് ഏത് ചുറ്റുവട്ടുമാണെന്ന്, അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനെ തടഞ്ഞു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആസ്, നിനക്ക് നന്മ വരട്ടെ. ജനങ്ങളെ അവരുടെ നാവ് കൊയ്തെടുക്കുന്ന പ്രകൃതിയിലല്ലാതെ, അതായത് നിങ്ങൾ നാവ് കൊണ്ട് കാര്യങ്ങൾ പറയുന്നു, നാവ് കൊണ്ട് നൽകുന്ന മുറിവുണ്ടല്ലോ, അത് വൈകാരിക പ്രയാസങ്ങൾ നൽകുകയും പിന്നെ ഫിത്ന ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് മുഖേന നിരവധി തിന്മകൾ ഉടലെടുക്കുന്നു. നാവ് തിന്മകൾ വിവരിക്കുമ്പോൾ തിന്മയ്ക്ക് നിമിത്തമാകുന്നു. തുടർന്ന് പറഞ്ഞു, അപ്പോൾ മനുഷ്യനെ അത് തീയിലേക്ക് മുഖം കുത്തി വീഴ്ത്തുന്നു. അതുകൊണ്ട് നാവിനെ വേർതിരിച്ച് ഉപയോഗിക്കുക. കാരണം നാവ് കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം പറയുക. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ മാത്രം അതുകൊണ്ട് പറയേണ്ടതാണ്. ഹദ്രത്ത് കഅബ് ഇബ്നു മാലിക് പറയുന്നു, ഹദ്രത്ത് മുആസ് ബിൻ ജബൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തും ഹദ്രത്ത് അബൂബക്കറിന്റെ കാലത്തും മദീനയിൽ ഫത്വ കൊടുത്തിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ സഹൽ ബിൻ അബൂ ഖൈസമ തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുഹാജിറുകളിലെ 3 പേരും അൻസാറുകളുടെ 3 പേരും ഫത്വ നൽകാറുണ്ടായിരുന്നു. അവർ ഹദ്രത്ത് ഉമർ, ഹദ്രത്ത് ഉസ്മാൻ, ഹദ്രത്ത് അലി, ഹദ്രത്ത് ഉബൈ ബിൻ കഅബ്, ഹദ്രത്ത് മുആസ് ബിൻ ജബൽ, ഹദ്രത്ത് സയ്യിദ് ബിൻ സാബിത്ത് എന്നിവരായിരുന്നു. അദ്റബാൻ ബിൻ ഖാസിം തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഏതെങ്കിലും കാര്യത്തിനെ പറ്റി അബൂബക്കർ സിദ്ദീഖ് ജ്ഞാനികളുടെ കർമ്മശാസ്ത്ര പടുക്കളുമായിരുന്ന അഭിപ്രായം ആരായേണ്ടി വന്നാൽ അദ്ദേഹം മുഹാജിറുകളുടെ അൻസാരികളുടെയും ആളുകൾ വെച്ചിരുന്നു. അതായത് ഹദ്രത്ത് ഉമർ, ഹദ്രത്ത് ഉസ്മാൻ ബിൻ, ഹദ്രത്ത് അലി, ഹദ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഹദ്രത്ത് മുആസ് ബിൻ ജബൽ, ഹദ്രത്ത് ഉബൈ ബിൻ കഅബ്, ഹദ്രത്ത് സയ്യിദ് ബിൻ സാബിത്ത് എന്നിവർ ഒഴിച്ചിരുന്നു. ഇവരെല്ലാവരും ഹദ്രത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലത്ത് ഫത്വ നൽകിയിരുന്നു. അതായത് ഇവർ ഇഫ്താ കമ്മിറ്റി മെമ്പർമാരായിരുന്നു, അഥവാ അവർക്ക് ഫത്വ നൽകാൻ അധികാരം നൽകിയിട്ടുണ്ടായിരുന്നു. അവർ കാരണം അവർ പഠിച്ചവരായിരുന്നു, അവർ ഫത്വ നൽകാൻ അധികാരം നൽകിയിരുന്നു. അവരതിന് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഹദ്രത്ത് മുആസ് ബിൻ ജബൽ അവിടെ നിന്ന് സിറിയയിലേക്ക് പോയപ്പോൾ ഹദ്രത്ത് ഉമർ പറഞ്ഞു, ഫിഖിന്റെയും അദ്ദേഹം ഫത്വ നൽകിയിരുന്ന കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മദീന, അതായത് മദീനക്കാർ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഹദ്രത്ത് ഉമർ ഹദ്രത്ത് അബൂബക്കറിനോട് പറഞ്ഞു, ജനങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ആവശ്യമുണ്ട്, അദ്ദേഹത്തെ പോകുന്നതിൽ നിന്ന് തടയണം. ഹദ്രത്ത് അബൂബക്കർ, ആരെങ്കിലും ഷഹാദത്തിന് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് അവരെ തടയാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. അത് നിരസിക്കുകയാണുണ്ടായത്. ഹദ്രത്ത് ഉമർ പറഞ്ഞു, അള്ളാഹുവാണ്, മനുഷ്യന് തന്റെ കിടക്കയിൽ ഷഹാദത്ത് ലഭിക്കാറുണ്ട്. സൗറ ബിൻ യസീദ് പറയുന്നു,
ഹദരത്ത് മുആദ് ബിൻ ജബൽ രാത്രി തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു: കണ്ണുകൾ ഉറങ്ങുകയാണ്, നക്ഷത്രങ്ങൾ പ്രകാശം പൊഴിക്കുന്നു, നീ ഹയ്യുൽ ഖയ്യൂമാകുന്നു. അള്ളാഹുവേ, സ്വർഗം ചോദിക്കുന്ന കാര്യത്തിൽ ഞാൻ അലസനും നരകത്തിൽ നിന്ന് ഓടിമാറുന്നത് ഞാൻ ദുർബലനുമോ ആകുന്നു. അള്ളാഹുവേ, എനിക്ക് വേണ്ടി നിന്റെ പക്കൽ സന്മാർഗം നൽകണമേ. അതെനിക്ക് ഖിയാമത്ത് ദിവസം എനിക്ക് തിരികെ നൽകിയാലും തീർച്ചയായും നീ വാഗ്ദാനം ലഭിക്കുന്നവരല്ല. ഭയത്തിന്റെയും മാർദ്ദത്തിന്റെയും എത്ര ഉന്നത നിലവാരമാണെന്ന് നോക്കുക. ഹദരത്ത് അനസ് ബിൻ മാലിക് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാരി ചെയ്യുകയായിരുന്നു. പലക്കിന്റെ പിൻഭാഗത്ത് ഹദരത്ത് മുആസും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആസ് ബിൻ ജബൽ. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെയുണ്ട്, അങ്ങയുടെ സവിധത്തിൽ തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആസ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ സവിധത്തിൽ തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആസ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ സവിധത്തിൽ തന്നെയുണ്ട്. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. തുറന്നു പറഞ്ഞു, ആരെങ്കിലും സത്യഹൃദയത്തോടെ അള്ളാഹു അല്ലാതെ മറ്റു ആരാധ്യനില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നതായാൽ അള്ളാഹു തീർച്ചയായും അയാൾക്ക് നരകം നിഷിദ്ധമാക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനങ്ങളോട് ഇതേപ്പറ്റി പറയട്ടെ, അവർ സന്തോഷിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയായാൽ ജനങ്ങൾ ഇതിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നതാണ്, മറ്റ് നന്മകൾ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ജനങ്ങളോട് പറയണ്ട. ഹദരത്ത് മുആസ് മരണാസന്നനായപ്പോൾ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ആരോടും പറഞ്ഞില്ല എന്ന കാരണത്താൽ താൻ പാപിയാകുമോ എന്ന ചിന്ത കൊണ്ട് അദ്ദേഹം അത് വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം താൻ മരിക്കാനായ സമയത്താണെങ്കിലും അറിവുള്ള ആളുകൾക്ക് എത്തിക്കണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ തന്റെ ജീവിതത്തിൽ ആരോഗ്യത്തോടെ കഴിയുന്ന കാലത്ത് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഹദരത്ത് വലിയുല്ലാഹ് ഷാ സാഹിബ് ബുഖാരിയുടെ നിവേദനത്തിൽ എഴുതുന്നു, ചില ഹദീസുകൾ പരസ്പരം ബന്ധമുള്ളവയാകുന്നു. അവ രേഖപ്പെടുത്തിയതിനു ശേഷം ഈ പറഞ്ഞ ഹദീസ് വിവരിക്കുന്നുണ്ട്. ഇവിടെ ചില വൈജ്ഞാനിക കാര്യങ്ങൾ പ്രത്യേകം ആളുകളിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതാണ് പറയുന്നു. കാരണം വൈജ്ഞാനിക വിഷയമാണ്, അത് പ്രത്യേക ആളുകളിൽ പരിമിതപ്പെടുത്തേണ്ടതാണെന്നു. കാരണം സാധാരണക്കാർ അതിന് ശരിയായ വിവക്ഷ മനസ്സിലാക്കാത്തത് കാരണം നഷ്ടത്തിലാകാൻ സാധ്യമാണ്. ഇത്രമാത്രം പറയുകയും കർമ്മങ്ങൾ വേണ്ട എന്ന് ധരിക്കുകയും ചെയ്തേക്കാം. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ മതിയെന്നും മറ്റ് കർമ്മങ്ങൾ അനിവാര്യമല്ലെന്നും കരുതിയേക്കാം. നോക്കുക, പ്രത്യക്ഷത്തിൽ അതാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ കാണുന്നത്. പേരിന് മാത്രമുള്ള മുസ്ലിങ്ങളാകുന്നു. കരുമ മാത്രം ചൊല്ലുകയും മറ്റ് കർമ്മങ്ങൾ ആവശ്യമില്ലെന്ന് ധരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഹദരത്ത് ഷാ സാഹിബ് എഴുതുന്നു, ഈ ഹദീസ് ഇത്തരം കാര്യങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കുന്നുണ്ട്. വിവിധ ഹദീസുകൾ വിവരിക്കുന്നുണ്ട്, ഇതും അതിലുൾപ്പെടുന്നു. തുടർന്ന് എഴുതുന്നു, മുസ്ലിമിൽ ഹദരത്ത് ഇബ്നു മസൂദിന്റെ നിവേദനം ശരിയായ സനദോട് വിവരിച്ചിട്ടുണ്ട്. അതിന്റെ വാക്കുകൾ പ്രകാരമാകുന്നു, മാൻ തബി മുഹദ്ദിസിൻ ഖൗമൻ ഹദീസൻ ലാ യബ്ലുഹു ഉഖൂലുഹും ഇല്ലാ കാന ലി ബാദിഹും ഫിത്ന. ഈ വചനത്തിന്റെ വിവക്ഷ ഇതാകുന്നു, ജനങ്ങളോട് അവരുടെ ബുദ്ധിയും വിവേകവും സംവദിക്കേണ്ടതാണ്. കാരണം ചില കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് നയിക്കുന്നതാണ്. തുടർന്ന് എഴുതുന്നു, ഇതൊരു നീണ്ട നിവേദനമാണ്. ചുരുക്കത്തിൽ ഷാ സാഹിബ് എഴുതുന്നു, നോക്കുക, വിശ്വസിക്കാൻ എന്ന പേരിൽ ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കേവലം തങ്ങളുടെ നാവുകളിലൂടെ പ്രഖ്യാപിക്കുന്നതിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. ശരീഅത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജനങ്ങളെ സ്വതന്ത്രരാക്കി അവർക്ക് വിശ്വാസത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ ആഗ്രഹിക്കുന്നു. സിദ്ഖൻ മിൻ ഖൽബിൻ, അതായത് ഹൃദയാത്മന നിർബന്ധ കടമകളെ പരിഗണിക്കുന്നതേയില്ല എന്ന ഓരോ മാരിയും മെമ്പറിൽ കുത്തുബ എടുക്കുന്ന ഓരോരുത്തരും എന്റെ മുന്നിൽ നമസ്കരിച്ച് കലിമ ചൊല്ലിയാൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണെന്ന് പറയുന്നു. മറ്റൊരു കാര്യത്തിനെയും ആവശ്യമില്ലത്രേ. തുടർന്ന് അദ്ദേഹം എഴുതുന്നു, നാവുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്ന ഇത്തരം വിശ്വാസികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്കാലത്ത് ഹൃദയങ്ങളിൽ നാവുകളിലോ വിശ്വാസമുണ്ടായിരിക്കില്ല, മറിച്ച് അത് കാർത്തിക നക്ഷത്രത്തിൽ ഉയർന്നിരിക്കും. അത് അന്ത്യകാലത്തെ സംബന്ധിച്ചുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. അന്ന് കലിമ ചൊല്ലുന്നവർ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. തുടർന്ന് പറയുന്നു, മൻ ലഖിയ അല്ലാഹ് ലാ യുശ്രികു ബിഹി ശൈഅ, അതായത്
മരണം വരെ എല്ലാത്തരം ശിർക്കുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുആസിനെ 2-3 പ്രാവശ്യം വിളിച്ച് നിശബ്ദനായതും തുടർന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതും അദ്ദേഹത്തിന് ശ്രദ്ധയും ആഗ്രഹവും ഉണ്ടാവുക എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അദ്ദേഹം ഞാൻ സന്നിഹിതനാണ് ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധയും താല്പര്യവും ഉണ്ടാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. അങ്ങനെ ആ പ്രത്യേക അന്വേഷണത്തോരം ഉണ്ടായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തുടർന്ന് ഷാ സാഹിബ് എഴുതുന്നു, അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങൾ നല്ല പോലെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് മനസ്സിൽ പ്രഭാവം ചെലുത്തണം. കാര്യം നല്ല പോലെ ബോധ്യപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ശ്രദ്ധ ക്ഷണിച്ചു. ഹദ്റത്ത് മുആദ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പൂർണ്ണമായും ബഹുമാനിക്കുകയും മരണസമയത്താണ് അത് പറയുകയും ചെയ്തത്. ഒരു പ്രധാന സംഗതി പറയാതെ താൻ ശിക്ഷിക്കപ്പെടുമോ എന്ന് അറിവുണ്ടായിരുന്ന കാര്യം എന്ത് ഭയന്നുകൊണ്ടുമാണ് പറയാതിരുന്നത്. അതായത് വൈജ്ഞാനിക വിഷയങ്ങൾ ചുരുങ്ങിയ പക്ഷം വിജ്ഞാനമുള്ള ആളുകളിലേക്കെങ്കിലും എത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് മുസ്ലിങ്ങൾ കലിമ ചൊല്ലിക്കൊണ്ട് തങ്ങൾ ശിർക്കിൽ നിന്ന് മുക്തരായെന്ന് ധരിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ശിർക്കിൽ നിറഞ്ഞവയാകുന്നു. അവിടെ പ്രതീക്ഷകൾ ഭൗതിക വസ്തുക്കളിലാണ്. വലിയ വലിയ ഖാത്തിബുമാർ അഥവാ പ്രഭാഷകരും ഭൗതിക സാമരികളിലാണ് പ്രതീക്ഷിപ്പിക്കുന്നത്. എന്താണ് അവിടെ യഥാർത്ഥ അവസ്ഥ, യഥാർത്ഥ രീതി എന്നറിഞ്ഞാൽ വ്യക്തമാകുന്നുണ്ട്. ഇവിടെ ഹദീസിൽ കലിമയേറുന്നവർക്ക് നരകം നിഷിദ്ധമാക്കപ്പെടുമെന്നത് ഈ ശിക്ഷ അള്ളാഹുവാണ് നൽകുക എന്നും കലിമ ചൊല്ലുന്ന ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചും ആരെയാണ് മുസ്ലിമെന്നും അമുസ്ലിമെന്നും ഫത്വ നൽകേണ്ടത് മനുഷ്യന്റെ പണിയല്ല എന്നും വ്യക്തമാകുന്നുണ്ട്. ഈ സ്വയംകൃത ഫത്വ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാകുന്നു. ചുരുക്കത്തിൽ ഇന്ന് മുസ്ലിം എന്ന് പറയപ്പെടുന്നവർ, ഇന്ന് റബീഉൽ അവൽ പ്രമാണിച്ച് നബിദിനം ആഘോഷിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക സ്വായത്തമാക്കണമെന്നും തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് സ്വയം കരുതുന്നതുകൊണ്ട് കാര്യമില്ലെന്നും കലിമ എന്നവരുടെ കാര്യം അള്ളാഹുലേക്ക് വിടുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക. അതാണ് ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പകരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിനെ അവകാശമില്ലാതെ അനാഥമാക്കിയിട്ടില്ല എന്നതിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. മറിച്ച് വാഗ്ദാന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവചന പ്രകാരം അവൻ ദീനിന്റെ പുനരുജ്ജീവനത്തിന് വാഗ്ദത്തം വസീനെ അയച്ചിരിക്കുന്നു. അദ്ദേഹമാണ് ഈ കലിമയുടെയും ശരീഅത്തിന്റെയും വിധികൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞു തരിക. അങ്ങനെ ആകുമ്പോൾ യഥാർത്ഥത്തിൽ നരകത്തിന്റെ അഗ്നി നമുക്ക് നിഷിദ്ധമാകുന്നതാണ്. അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ എതിർക്കുന്നവർക്ക് ബുദ്ധി നൽകുകയും അവരിക്കാര്യം മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നന്മകളെയും നമ്മളെയും ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനവും കലിമയുടെ യാഥാർത്ഥ്യവും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഹദ്റത്ത് മുആദ് ബിൻ ജബൽ വിവരിക്കുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തബൂക്കിനും നടന്ന വർഷം യാത്ര പുറപ്പെട്ടു. നമസ്കാരങ്ങൾ ജംആക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ, അസ്ർ എന്നിവയും മഗ്രിബ്, ഇശ എന്നിവയും ഒരുമിച്ച് അനുഷ്ഠിച്ചിരുന്നത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരങ്ങൾ കുറച്ച് വൈകി നമസ്കരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് വന്നു ളുഹർ അസ്റും നമസ്കരിപ്പിച്ചു. പിന്നെ അകത്തേക്ക് പോയി. തുടർന്ന് പുറത്തേക്ക് വരികയും മഗ്രിബ് ഇശയും ഒരുമിച്ച് നമസ്കരിപ്പിക്കുകയും ചെയ്തു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് തബൂക്കിന്റെ അരുവിയിൽ എത്തുന്നതാണ്. 4 നമസ്കാരങ്ങൾ ഒരുമിച്ച് നമസ്കരിപ്പിച്ചു എന്നതല്ല ഇതിന്റെ അർത്ഥം. ഇടയിലുള്ള സമയം കുറവായിരുന്നു. ഒരുപക്ഷെ ളുഹറും അസ്റും അസറിന്റെ സമയത്ത് അവസാന നേരത്ത് ജംആക്കിയിട്ടുണ്ടാകും. മഗ്രിബ് ഇശയും മഗ്രിബിന്റെ ആദ്യ സമയത്ത് നമസ്കരിപ്പിച്ചിട്ടുണ്ടാകാം. ഏതായിരുന്നാലും നല്ല പോലെ നേരം വെളുത്തതിനു മുമ്പേ നിങ്ങൾ ആ അരുവിയുടെ കരയിലെത്തുന്നതാണ്. അതായത് നാളെ
നിങ്ങൾ തബൂക്ക് അരുവിയിൽ എത്തുന്നതാണ്, അരുവിക്കരിയിൽ എത്തുന്നതാണ്, അതായത് പകൽ എത്തുന്നതാണ്. ഏകദേശ നിയമത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചുരുക്കത്തിൽ നിങ്ങൾ അവിടെ എത്തിയാൽ ഞാൻ എത്തുന്നതുവരെ ആരും തന്നെ അതിന്റെ വെള്ളത്തിൽ തൊടരുത്. ഞാൻ അവിടെ എത്തുന്നവരെയും ആരും തന്നെ അതിന്റെ വെള്ളം കുടിക്കുകയോ വെള്ളത്തിൽ തൊടുകയോ ചെയ്യരുത്. നിവേദകൻ പറയുന്നു, അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പക്ഷെ അവിടെ രണ്ടുപേർ ഞങ്ങൾക്ക് മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ നേർത്ത ഒരു നാരുപോലെ ആണ് അരുവി ഒഴുകിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് അല്പാൽപ്പം വെള്ളം വന്നിരുന്നു. വളരെ നേർത്തൊരു ചാൽ പോലെയായിരുന്നു. നിവേദകൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരെയും ചോദിച്ചു, നിങ്ങൾ ഈ വെള്ളത്തിൽ സ്പർശിക്കുകയുണ്ടായോ? അവർ പറഞ്ഞു, ഞങ്ങൾ അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ശാസ്ത്രം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിലക്കിയതല്ലേ, നിങ്ങൾ അതിനെ സ്പർശിച്ചു. അതായത് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. നിവേദകൻ പറയുന്നു, തുടർന്ന് ജനങ്ങൾ ആ അരുവിയിൽ നിന്ന് തങ്ങളുടെ കൈകൊണ്ട് അല്പാൽപമായി എടുത്ത് ഒരു പാത്രത്തിൽ സ്വരൂപിച്ചു. വെള്ളത്തിന് വളരെ നേർത്തൊരു ചാലാണ് വന്നിരുന്നത്. നിവേദകൻ പറയുന്നു, തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് കൈയും അതിൽ കഴുകി, മുഖവും കഴുകി. തുടർന്ന് ആ വെള്ളം ആ അരുവിയിൽ തന്നെ ഒഴിച്ചു. അതായത് ആ അരുവിയുടെ മേലിരുന്ന് കൈയും മുഖവും കഴുകി വെള്ളം അരുവിയിലേക്ക് തന്നെ വീണുകൊണ്ടിരുന്നു. അപ്പോൾ അരുവി ശീഘ്രഗതിയിൽ പ്രവഹിക്കാൻ തുടങ്ങി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് കൈയും മുഖവും കഴുകുകയും അവിടെ തന്നെ വെള്ളം വീഴ്ത്തുകയും ചെയ്തപ്പോൾ നേരത്തെ ചാലുപോലെ വന്നിരുന്ന അരുവി ശക്തമായി പ്രവഹിക്കാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങൾ നല്ലപോലെ ദാഹശമനം വരുത്തി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആസ്, നിനക്ക് ആയുസ് നീട്ടിക്കിട്ടുകയാണെങ്കിൽ ഈ പ്രദേശം തോട്ടങ്ങൾ നിറഞ്ഞതായി നിനക്ക് കാണാൻ കഴിയുന്നതാണ്. മേൽ മോചിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് എന്ന സ്ഥലത്ത് എത്തിയപ്പോഴുണ്ടായിരുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ മനസ്സിലാകുന്നു. സീറത്ത് ഇബ്നു ഹിഷാമിൽ ഈ സംഭവം നടന്ന് തബൂക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മുശക്കക്ക് എന്ന താഴ്വരയിലാണ് ഉണ്ടായതെന്ന് പറയുന്നു. ഈ സംഭവം ഹദ്റത്ത് ഇമാം മാലിക് തന്റെ ഗ്രന്ഥമായ മുവത്തയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുൽ ബാഖി ദർഖാനി ഹദീസിന്റെ വ്യാഖ്യാനം വിവരിച്ചുകൊണ്ട് എഴുതുന്നു. അബൂ വലീദ് ബാജി പറയുന്നു, ഒരു പരോക്ഷ സംഗതിയാണ് പറയുന്നത്. അതാണ് സംഭവിച്ചത്. ഹദ്റത്ത് മുആദിനെ റസൂലുള്ളാഹി പ്രത്യേകമായി പറയാൻ കാരണമുണ്ട്. എന്നാൽ അദ്ദേഹം സിറിയയിലേക്ക് താമസം മാറ്റിയിരുന്നു. അവിടെയാണ് അദ്ദേഹം വഫാത്തായത്. ഹദ്റത്ത് മുആദ് ഈ പ്രദേശം കാണുമെന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ തോട്ടങ്ങളാൽ നിറഞ്ഞതാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാമ ഇബ്നു അബ്ദുർ റബ്ബ് പറയുന്നു, ഇബ്നു വസാ പറഞ്ഞു, ഞാൻ അരുവിയുടെ 4 പാടം കണ്ടിട്ടുണ്ട്. മലങ്ങനും പച്ചടപ്പും എത്രത്തോളം ഉണ്ടെന്നാൽ ഖിയാമത്ത് വരെയും അത് നിലനിൽക്കുമെന്ന് തോന്നി. അങ്ങനെയുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനവും. അഖ്ദസ് സീറത്ത് നബി എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, തബൂക്കിലെ ശരിയ വകുപ്പിന്റെ തലവൻ പറയുന്നു, ഈ അരുവി 13-മുക്കാൽ നൂറ്റാണ്ട് വരെയും തുടർച്ചയായി ഉറവുള്ളതായിരുന്നു. പിന്നീട് താഴ്ന്ന പ്രദേശങ്ങൾ കുഴൽക്കിണർ കുഴിക്കുകയും ഈ അരുവിയിലെ വെള്ളം കുഴൽക്കിണറിലേക്ക് മാറുകയും ചെയ്തു. അത് 25 കുഴൽക്കിണറിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഈ അരുവി ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. പിന്നെ ഞങ്ങളെ ആ കുഴൽക്കിണറുകളുടെ അടുക്കലും കൊണ്ടുപോയി. അവിടെ 4-5 പൈപ്പുകൾ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. യന്ത്രങ്ങളൊന്നും കൂടാതെ വെള്ളം ശക്തമായി പുറന്തള്ളുന്നതായിരുന്നു. ഏറെക്കുറെ തന്നെയാണ് മറ്റു കുഴൽക്കിണറുകളുടെയും ഞങ്ങൾക്ക് കണ്ടത്. ഇതിന് അനുഗ്രഹം തന്നെയാണ്. തബൂക്കിൽ എത്രമാത്രം വെള്ളമുണ്ടെന്നാൽ മദീനയ്ക്കും കൈസറിനും പുറമെ മറ്റു സ്ഥലത്ത് ഞങ്ങൾക്ക് ഇത്രമാത്രം വെള്ളം കഴിഞ്ഞില്ല. മറിച്ച് തബൂക്കിൽ നിന്ന് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വെള്ളമുണ്ട് എന്നാണ് വാസ്തവം. ഈ വെള്ളം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ തബൂക്കിൽ എല്ലാ പ്രദേശത്തും തോട്ടങ്ങൾ നിറയുകയാണ്. തിരുവനന്തപുരം പ്രയോജനപ്രകാരം തബൂക്ക് പ്രദേശം തോട്ടങ്ങൾ കൊണ്ട് നിറയുന്നു. അത് ദിനം പ്രതി നിറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് അനുസ്മരിക്കുന്നതാണ്. ഇപ്പോൾ ജുമാക്ക് ശേഷം ചില ജനാസകൾ നമസ്കരിപ്പിക്കുന്നതാണ്. ഒഡീഷയിലെ നയാഗഡ് ഖുർദ ജില്ലാ മുബല്ലിഗ് ഇൻചാർജ് മൗലവി ഫർസാൻ ഖാൻ സാഹിബാണ് ആദ്യത്തേത്. പ്രമേഹ രോഗിയായിരുന്നു. സെപ്റ്റംബർ 10 പെട്ടെന്ന് ടൈഫോയിഡും ശക്തമായ ന്യൂമോണിയയും കാരണം ആശുപത്രി പ്രവേശിപ്പിച്ചു. അവിടെ തന്നെ ദൈവത്തിനനുസരിച്ച് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസിയായിരുന്നു.
സംതൃപ്ത കുടുംബത്തിൽ ഭാര്യ സക്കീബിനെ ബേഗമിനെ കൂടാതെ മകൾ ഫരീഹ, മകൻ റൈഹാൻ എന്നിവർ ഉൾപ്പെടുന്നു. ജമാഅത്തി പ്രവർത്തനങ്ങളിൽ വളരെ മുൻപന്തിയിലായിരുന്നു. ഭയഭക്തിയുള്ള ആളും കീഴിലുള്ള മുബലി മൂല്യങ്ങളെ പരിഗണിച്ചിരുന്ന ആളും മൃദുഭാഷിയും സൗശീലനും വളരെ നല്ല ആത്മാർത്ഥതയുള്ള ആളുമായിരുന്നു. 1980 ജാമിയ കാദിൽ പ്രവേശിച്ചു. 88 ജാമിയയിൽ നിന്ന് പാസ്സായി. പ്രവർത്തന രംഗത്ത് വളരെ ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ 32 വർഷം സേവനം ചെയ്തു. ഈ കാലയളവിൽ പല സ്ഥലത്തും ബയ്യത്തുകളും ഉണ്ടാക്കി ജമാഅത്തുകൾ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ സക്കീന ബേഗം പറയുന്നു, മൗലവി സാഹിബ് പറഞ്ഞു, ആദ്യത്തെ നിയമനം ഹരീരിയിലായിരുന്നു. കൃത്യമായ സ്ഥലം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു അഹമ്മദിയും ഇല്ലായിരുന്നു. ഇദ്ദേഹം പല സ്ഥലത്തും ചുറ്റി തബ്ലീഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെന്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഹരിയാനയിലെ ഒരു ഗ്രാമത്തിലെത്തി ജമാഅത്ത് സന്ദേശം എത്തിച്ചു. അവിടെ ആ നാട്ടുകാരനായ ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ എരുമ പാല് തരുന്നില്ല. താങ്കളുടെ ജമാഅത്ത് സത്യമാണെങ്കിൽ താങ്കൾ വെള്ളത്തിൽ ഊതിത്തരിക, ഞാനത് എരുമയ്ക്ക് കൊടുക്കാം. അങ്ങനെ അത് എന്റെ എരുമ പാല് തരുമോ എന്ന് നോക്കാം. താങ്കൾ സത്യത്തിലാണെങ്കിൽ ഈ അത്ഭുതം സംഭവിക്കുകയും ഞങ്ങൾ മുഴുവൻ കുടുംബവും ബയ്യത്ത് ചെയ്യുന്നതുമാണ്. ഏതായിരുന്നാലും മൗലവി സാഹിബ് പറയുന്നു, ഞാൻ സൂറ ഫാത്തിഹയും സ്വലാത്തും ഏതാനും ദുആകളും ചൊല്ലി വെള്ളത്തിൽ ഊതി അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം വെള്ളവുമായി പോയി. ഞാൻ രാത്രി മുഴുവൻ ആ ഗ്രാമത്തിൽ കഴിച്ചുകൂട്ടി. ഗ്രാമത്തിലെ ഒരു മരത്തിന് ചുവട്ടിലിരുന്ന് അള്ളാഹുവെ മസീമോദിന്റെ സത്യസാക്ഷ്യത്തിനുള്ള മോചിസ കാണിക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നു, രാവിലെ ഒരാൾ ഒരു ബക്കറ്റുമായി വരുന്നത് മൗലവിയെ കാണുന്നത് നോക്കിയപ്പോൾ അതിൽ പാലുണ്ടായിരുന്നു. ആഗതം പറഞ്ഞു, മൗലവി സാഹിബ് ഞങ്ങളുടെ എരുമ പാൽ തരാൻ തുടങ്ങി. സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും എന്റെ കുടുംബം അഹമ്മദിയ മതം സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഇതിൽ ചേരുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ റൈഹാൻ പറയുന്നു, അദ്ദേഹത്തിന് വിനയവും താഴ്മയും നല്ല പോലെ ഉണ്ടായിരുന്നു. വളരെ മൃദുല ഹൃദയനും എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുന്ന ആളുമായിരുന്നു. അള്ളാഹുവിന്റെ തൃപ്തിക്കും ജമാഅത്തി സേവനങ്ങൾക്കും വേണ്ടി തന്റെ ജീവിതം ചെലവഴിച്ചു. ജമാഅത്തി സേവനങ്ങൾക്കൊപ്പം വീട്ടിലെ ജോലികളും ചെയ്തിരുന്നു. ഉടമയെയും ഉമ്മയെയും സഹായിച്ചിട്ടുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവനും സ്വയവും ഞങ്ങളുടെയും നമസ്കാരത്തെ സംരക്ഷിച്ചു പോന്നു. എപ്പോഴും സിറാത്ത് മുസ്തഖം നടക്കണമെന്ന് ഉപദേശിക്കുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം സേവനം ചെയ്തിരുന്ന എല്ലാ മുബല്ലിമാരും എഴുതുന്നത് അദ്ദേഹം മാതൃകായോഗ്യനായ മുബല്ലിഗാണെന്നും ഒരിക്കലും ഞങ്ങളോട് ദേഷ്യപ്പെട്ടില്ല എന്നുമാണ്. അടുത്ത ജനാസ മലേഷ്യയിലെ ലോക്കൽ മിഷണറി അബ്ദുള്ള മൊസൈക്കി സാഹിബിന്റേതാകുന്നു. ഒക്ടോബർ 7 അടുത്ത ജനാസ മലേഷ്യയിലെ ലോക്കൽ മിഷണറി അബ്ദുള്ള മൊസൈക്കി സാഹിബിന്റേതാണ്. ഒക്ടോബർ 7 മോഹാത്സ്യപ്പെടുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അന്നേ ദിവസം രാത്രി തന്നെ വഫാത്തായി. ഇന്നലെ രാജുൽ. അദ്ദേഹത്തിന് 68 വയസ്സായിരുന്നു. മർഹൂം മൂസിയായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 8 മക്കളുണ്ട്. അദ്ദേഹം മലേഷ്യയിലെ 2 മുബല്ലിമാരായ സലാഹുദ്ദീൻ സാഹിബിന്റെയും മസൂർ അഹമ്മദ് സാഹിബിന്റെയും ഭാര്യ പിതാവാണ്. അബ്ദുള്ള മൊസിക്ക സാഹിബ് ഫിലിപ്പൈൻസിലാണ് ജനിച്ചത്. യൂണിവേഴ്സിറ്റി പാസ്സായ ശേഷം മുസ്ലിം ഓർഗനൈസേഷൻ മോറോ നാഷണൽ ലിബറൽ ഫ്രണ്ടിൽ ചേർന്നു. ഈ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഫിലിപ്പൈൻസിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. 1973 അദ്ദേഹത്തിന്റെ പിതാവ് ഫിലിപ്പൈൻസിൽ വന്ന് പാലായനം ചെയ്ത് മലേഷ്യയിലെത്തി സന്താക്കുൻ സഭ എന്ന സ്ഥലത്ത് താമസമാക്കി. ഏതായിരുന്നാലും അദ്ദേഹത്തിന് അള്ളാഹു ശുദ്ധ മനസ്സ് നൽകിയിരുന്നു. അദ്ദേഹം പലവട്ടം സ്വപ്നദർശനത്തിലൂടെ മസീമദ് അലി ഇസ്ലാം, അത് ഖലീഫത്തുൽ മസീഹ് സാനി, അത് ഖലീഫത്തുൽ മസീഹ് സാലിസ് എന്ന് സന്ദർശിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ദൈവിക പ്രകാരം താക്കേനോ ബോല എന്ന സ്ഥലത്ത് നടന്ന ജലസയിൽ പങ്കെടുക്കാനും അവിടെ ജലസ കണ്ടപ്പോൾ അവിടെയുള്ള അവസ്ഥകൾ അദ്ദേഹത്തിൽ വിശ്വാസം ദൃഢീകരിക്കുകയും തുടർന്ന് അദ്ദേഹം ബയ്യത്ത് ചെയ്യുകയുമുണ്ടായി. അദ്ദേഹം താമസിച്ചിരുന്ന സന്താക്കുൻ എന്ന സ്ഥലത്ത് മുബല്ലിഗില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ദാഹമുള്ള ഒരു ആത്മാവായിരുന്നു. അങ്ങനെ ആ ദാഹം അകറ്റാൻ വേണ്ടി ജമാഅത്ത് സാഹിത്യങ്ങൾ വായിക്കാൻ തുടങ്ങി. തബ്ലീഗിന് നല്ല താല്പര്യമുണ്ടായിരുന്നു. ഈ താല്പര്യത്തെ കർമ്മപദത്തിൽ കൊണ്ടുവരികയും ബന്ധുമിത്രാദികൾക്കും തന്റെ പ്രദേശത്തുള്ള നല്ല പോലെ തബ്ലീഗ് ചെയ്തു. അതിന്റെ ഫലമായി നിരവധി പേർ അഹമ്മദിയത്തിൽ ഇസ്ലാമിൽ പ്രവേശിച്ചു. തബ്ലീഗിനുള്ള ആവേശം കാരണം അദ്ദേഹം ജീവിതം വഖഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ മുബല്ലിഗ് ആയി നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഫിലിപ്പൈൻസിൽ
ഖൈറുദ്ദീൻ മാറൂഫ് സാഹിബിനോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും തന്റെ ശുദ്ധമായ പ്രകൃതവും അറിവിനോടുള്ള താല്പര്യവും വിനയവും താഴ്മയും ദൈവഭയവും കാരണം അദ്ദേഹത്തിന് അവിടെയും നന്നായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ക്രിസ്ത്യാനികളുമായി സംവാദം നടത്തിയിരുന്നു. പലരുടെയും ഇസ്ലാമിനെ പഠിത്തത്തിലേക്ക് എത്തിച്ചു. ഉറുദു സംസാരിക്കാൻ അറിയുമായിരുന്നില്ല, പക്ഷേ പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പല ഉദ്ധരണികളും പദ്യങ്ങളും ഹൃസ്യസ്ഥമാക്കിയിരുന്നു. അതിഥി സൽക്കാരത്തിന് വലിയ താല്പര്യമായിരുന്നു. ജുമാക്ക് വരുന്നവർക്ക് പ്രത്യേകം ആതിഥ്യം നൽകിയിരുന്നു. ചിട്ടയുള്ള വ്യക്തിയായിരുന്നു. എല്ലാവരും ചിട്ടയായി ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതനുസരിച്ചാണ് തർബിയത്ത് ചെയ്തിരുന്നത്. ഏതായാലും വർഷമായി നടക്കാനും മറ്റ് പ്രയാസമുണ്ടായിരുന്നു. എന്നിട്ടും തന്റെ പ്രയാസങ്ങളെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി കണ്ടിട്ടുണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ജനാസ ഖാദിയാനിലെ മുഅല്ലിം അബ്ദുൽ വാഹിദ് സാഹിബിന്റേതാണ്. സെപ്റ്റംബർ 12 56-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഏറ്റവും അധികം റിട്ടയർഡ് മുഅല്ലിമായ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനാണ് ബൈഅത്ത് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചത്. തുടർന്ന് മുഴുവൻ കുടുംബവും ബൈഅത്ത് ചെയ്തു. അഹമ്മദിയത്ത് സ്വീകരിച്ച ശേഷം പരേതൻ ജാമിയത്തുൽ മുബശ്ശിരിൽ 3 വർഷ കോഴ്സ് ചെയ്തു. അവിടെ നിന്ന് പാസ്സായ ശേഷം വിവിധ സ്ഥലങ്ങളിൽ തബ്ലീഗിന് പോയി. ഖാദിയാനിലെ വിവിധ സ്ഥലങ്ങളിൽ താലീം തർബിയത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ അനുസരണയും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുമായിരുന്നു. തബ്ലീഗിൽ നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. അദ്ദേഹം മുഖേന ഖാദിയാനിൽ 3 ക്രിസ്ത്യാനികളും 3 അനഹമ്മദികളും ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഇവർ 2 പേർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയാണ്. അതായത് ജമാഅത്തിന്റെ പ്രവേശിക്കുക മാത്രമല്ല നന്മയിൽ മുന്നേറുന്നവരുമായി. അദ്ദേഹത്തിന് സമൃദ്ധ കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ ഒരു മകനും 2 പെൺമക്കളുമുണ്ട്. മകൻ ജാമിയ പാസായി മുറബിയായിരിക്കുന്നു. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. എല്ലാ മർഹൂമിങ്ങളുടെയും പദവികൾ ഉയർത്തുമാറാകട്ടെ. കരുണയും ഓർമ്മയും നൽകട്ടെ. അവരുടെ സന്താനങ്ങൾക്കും അവരുടെ നന്മകൾ തുടരാൻ തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. അവരുടെ ആഗ്രഹങ്ങൾ പ്രകാരം അവരുടെ മക്കളുടെ തർബിയത്ത് ചെയ്യുമാറാകട്ടെ. അവരെ ഖിലാഫത്തിന്റെ ശരിയായ സുൽത്താനത സഹായിയാക്കുമാറാകട്ടെ. അവരിൽ ചില കുട്ടികൾ ജീവിതം വഖഫ് ചെയ്തവരുമുണ്ട്. അള്ളാഹു കരുണയും പുറമേയും ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് ജുമാക്ക് ശേഷം ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.